നിങ്ങൾ ഈണം വിടണം അത്രയാണ് ചോദിച്ചത്. അത് മതിയെന്ന്. പിന്നെ ഐ തിങ്ക് ഹി ഹാസ് ഡൺ ലോട്ട്. സോ എന്താ വേണ്ടത്? ഞാൻ ചോദിച്ച ചോദ്യം സാർ മറന്നുപോയി കേട്ടോ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും സാറിനെ നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കണം എന്ന് ഒരുപാടധികം എക്സൈറ്റഡ് ആയിട്ട് ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു 11 വയസ്സ് സമയത്ത് എങ്ങനെയാണ് ആ ഒരു 12 സംഗീത വാദ്യോപകരണങ്ങളിൽ വിദഗ്ധത നേടുന്നത്? എങ്ങനെയാണ് ചോദിച്ചാൽ അതിനോട് പറയാൻ എനിക്കൊന്നും ഉത്തരവില്ല. അത് ഐ തിങ്ക് ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ് ടു മീ. സീരിയസ്ലി അല്ല, ഞാൻ ഐ എം നോട്ട് ട്രൈങ് ടു ബി ഡിപ്ലോമാറ്റിക് ഓർ ട്രൈങ് ടു ബി ലൈക്ക് ദാറ്റ്. ഈവൻ മൈ മ്യൂസിക് ഇസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു മീ ആൻഡ് ഇറ്റ്സ് നോട്ട് ഗിഫ്റ്റ് ടു മീ, ഇറ്റ് ഇസ് ഗിഫ്റ്റ് ടു യു ത്രൂ മീ. സോ ഗോഡ് ഹാസ് ചോസൻ മീ to give his music to you people to make you all enjoy. I always think like that. So 11 വയസ്സിൽ എങ്ങനെ സാധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്നും അതിന് ഉത്തരം പറയാൻ എൻ്റെ അടുത്ത് തോന്നുന്നില്ല. അല്ല, അധികം എന്നോട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനോട് ഹി വാസ് എ മ്യൂസീഷ്യൻ. പിന്നെ അവർ വായിച്ച എല്ലാ ഇൻസ്ട്രുമെൻസും എന്നോട് ഞാൻ വായിച്ചത്. പിന്നെ അത് മാത്രമല്ലാതെ ഞാൻ ഐ ലേൺ ഗിറ്റാർ, ഐ ലേൺ പിയാനോ. സോ ദൈവം അറിഞ്ഞ് അത്രത്തോളം അനുഗ്രഹിച്ചൊരു മ്യൂസിക്കൽ ലെജൻഡിന്റെ മുന്നിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് വൺസ് അഗെയിൻ. ഇനി വെൻ കമ്മിങ് ടു ദിസ് പാർട്ട്, ബിജുപാൽ സാർ എന്ത് തോന്നുന്നു ഈ ഒരു അഡോബ് അബോർഡ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ഫോമൽ ഓഡിയോ ലോഞ്ച് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു വിദ്യാജിയുടെ 30 years ഓഫ് സെലിബ്രേറ്റിംഗ് വി ആർ 30 years ഓഫ് ലെഗസി. ഹൗ ഡു യു ഫീൽ നൗ സർ? ആദ്യമേ തന്നെ ഈ 2 legends എന്നൊക്കെ പറയുന്ന അത് ഉറക്കത്തിൽ പോലും പറയാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ താളപട്ടം, ചിത്രം എന്നൊക്കെ പറയുന്ന നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ പാട്ടുകൾ. എൻ്റെ മ്യൂസിക് കമ്പോസർ കണ്ണൂർ രാജ്, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക രഘുകുമാർ എന്നൊക്കെ പറയുന്ന മ്യൂസീഷ്യൻസിൻ്റെ പേരെ നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ലിറിക് റൈറ്റേഴ്സിൻ്റെ. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് പാട്ട് പോലെ തന്നെ നമ്മൾ മൂളി നടക്കുന്ന ഇതാണ്. അതൊക്കെ ചെയ്താണ് 30 എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നമ്മൾ പറയുന്ന 30 വർഷത്തിൽ എത്തുന്നത്. അപ്പോൾ സോ ബിജി പോൾ சொன்னது ശരിയാണ്. ആക്ച്വലി ദിസ് മൈ 50th year in the industry. അതാണ് അവർ പറഞ്ഞ 11 years തൊട്ട് ഇത് 50 years ആണ്. ഓക്കെ, ആൻഡ് 30 years കൂടെ തപ്പ്, ബിക്കോസ് 30 years is next year. ഓക്കെ, that is 96. So 2026. Okay, this is 29 years. അത്രയും വർഷത്തെ ഒരു ഇത്. അപ്പോൾ ഞാൻ Start with 3, 2, 1 and here we go. Oh my God, let's put our hands together once again for this amazing music album composed by Vidyaji.
അധരങ്ങൾ ശ്രുതി ചേർന്നോ അണിമേലുതിരും തൂവൽ കൊതിയോടെ കവരുന്നു കൺപീലി തളിരാൽ നെയ്യും അരയാട ഞൊറിയുന്നു നുണ ചൊല്ലും കവിളിൻ ചൊടിയിൽ ശൃംഗാരമാടുന്നു മനസ്സിന്റെ ചിമിഴിൽ വിരിയും നറുചന്ദനപ്പൂമലേ മുകിൽ പൂവിനഴകെ സഖിയേ മിഴി കൊഞ്ചലരിയും കനവേ മൊഴിച്ചുണ്ടിനിതളിൽ പതിയേ പൊഴിയുന്ന പുതുതീ കണവേ ശലഭം പോൽ നിൻ അകതാരിലുണരുന്നു ആലോലമാടും കാറ്റിൽ മഞ്ചീരമാടുന്നു മാരിവിൽ മീട്ടിയോ മാനസം മീട്ടിയോ മാമര തുമ്പിയോ മൗനം പറഞ്ഞുവോ ഹൃദയത്തിലുണരും വരിയിൽ പ്രിയമേതൊരീണം കവിതേ മുകിൽ പൂവിനഴകെ സഖിയേ മിഴി കൊഞ്ചലരിയും കനവേ മൊഴിച്ചുണ്ടിനിതളിൽ പതിയേ പൊഴിയുന്ന പുതുതീ കണവേ മഞ്ഞും പുൽകുമിൻ ഋതുഭാവമേ പ്രിയരാഗമേ അനുരാഗമേ. Thank you so much. Thank you. Okay. അങ്ങനെ on behalf of everybody with a huge round of applause, we are just moving on to the formal audio launch of End of Award.
Happiness, of course, with a huge round of applause. നല്ല energetic ആയിട്ടുള്ള കയ്യടി ആയിരിക്കണം. Everybody, എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും കയ്യടിക്കേണ്ട സമയമാണ്. This is the moment for that huge round of applause. കേട്ടോ? Yes, once again, ladies and gentlemen, let's put our hands together for this auspicious occasion on the stage. Okay, and right now, come Vijibal sir and Vidya sir to the stage. Please come to the stage, and along with them, adored crew members, kindly welcome to the stage. ഓക്കെ, ആൻഡ് ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് ക്രൂ പിക്ചറിലൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാളെ സമ്മദ് ബത്ലഹേമിൻ്റെ റീ റിലീസാണെന്ന് പറഞ്ഞു. ദേവദൂതൻ റീ റിലീസ് ചെയ്ത സമയത്ത് എനിക്കൊന്ന് ചെറുപ്പം മുതലേ ചെറിയൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ അടിപൊളി ആയിരിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനൊരു സ്വപ്നജീവിയാണ് ബേസിക്കലി. ആൻഡ് ദേവദൂതൻ റിലീസായ ഫസ്റ്റ് ഡേ അലോങ് വിത്ത് ഡയറക്ടർ അദ്ദേഹവും ഞാൻ പോയ